എൻ്റെ പേര് ശിവൻ. എൻ്റെ വീട് വയനാട് ജില്ലയിൽ മേപ്പാടി അടുത്ത് നെടുങ്കരണ റിപ്പൺ എന്ന സ്ഥലത്താണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം. വളരെ ദരിദ്രമായൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ 19ാമത്തെ വയസ്സിൽ അടക്ക പറിക്കുമ്പോൾ കവുങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ് നട്ടെല്ല് പൊട്ടി നെഞ്ചിന് താഴേക്ക് തളർന്നു പോയി. അതിനുശേഷം 5 വർഷക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തി. പക്ഷേ ചികിത്സ നടത്തിയെങ്കിലും ജീവിതത്തിനൊരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ നെഞ്ചിന് താഴെ പൂർണ്ണമായും തളർന്നുപോയി. അതുമാത്രമല്ല, സ്പർശനശേഷിയില്ല. വളരെ കഷ്ടപ്പെട്ട് ഒരു വീടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ജോലി ചെയ്ത് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയ ഷെഡ് പൊളിച്ച് നീക്കി ഷെഡിലായിരിക്കുന്ന സമയത്താണ് ഞാൻ വീഴുന്നത്. അതോടുകൂടി വീട് വെക്കേണ്ട പൈസയും കൂടി എൻ്റെ ഈ രോഗത്തിൻ്റെ ഇതിലേക്ക് വേണ്ടി ചികിത്സിക്കേണ്ടി വന്നു. അതോടുകൂടി വീട്ടിൽ മറ്റുള്ളവർക്കും പ്രയാസമായി. ഒരു അനിയത്തിയുണ്ട്, 2 ചേട്ടന്മാരുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ മാനസികമായി സുഖമില്ല. അപ്പോൾ ഈ ചെറിയ വീട്ടിലാണ് ഞാൻ വന്ന് വീട്ടിൽ കിടക്കുന്നത്. ഓരോ മാസവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി പോകണം. അങ്ങനെ ചികിത്സ കൊണ്ട് തന്നെ പിന്നെയും വീണ്ടും സാമ്പത്തികമായും ഒരുപാട് കടബാധ്യതകളും ഒക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യവും ഞാൻ തീർച്ചപ്പെടുത്തി. കാരണം ഇങ്ങനെ ജീവിക്കുന്നതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം എനിക്ക് എന്നെ തന്നെ നോക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. അതുമാത്രമല്ല, ഞാൻ മുഖാന്തരം കല്യാണം കഴിക്കാത്ത ഒരു അനിയത്തിയുണ്ട്, ചേട്ടന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, വീടില്ല, മാനസിക രോഗിയ അമ്മ. അപ്പോൾ ഇവരുടെ എല്ലാം ഇടയിൽ ഞാനും കൂടി ആകുമ്പോൾ അവർക്കൊരു ബാധ്യതയാണ്. ഒരിക്കലും ഞാൻ കാരണം അവരുടെ ജീവിതം കൂടി ഇല്ലാതെ ആവരുത് എന്നുള്ളൊരു ചിന്തയിലെത്തി. അങ്ങനെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടറോട് എൻ്റെ യഥാർത്ഥ അവസ്ഥ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. ഡോക്ടർ ആദ്യമെല്ലാം പറയാൻ മടിച്ചെങ്കിലും പിന്നീട് എൻ്റെ അവസ്ഥ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെയെങ്കിലും എന്ത് ചികിത്സ ചെയ്താലും ഇനി കുറച്ച് വർഷങ്ങൾ കൊണ്ടാണെങ്കിലും എനിക്കൊന്ന് സ്വയം എഴുന്നേറ്റ് നടക്കുവാൻ, കുറച്ചെങ്കിലും എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ ഒരു ചികിത്സ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒന്നെങ്കിൽ ഒരു പുതിയ ചികിത്സ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ദൈവം തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. ആ മറുപടി കേട്ടപ്പോൾ മുതൽ തന്നെ ഞാൻ തീരുമാനിച്ചു, ഇനി ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല, മരിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡോക്ടർ അന്ന് പറഞ്ഞായിരുന്നു, ചിലപ്പോൾ ഒരു 2.5 വർഷം മുതൽ ഒരു 5 വർഷത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരും. അങ്ങനെ മാറ്റം എന്തെങ്കിലും വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു 10-20% മാറ്റം വരും, ഒരു വടിയുടെ സഹായത്തോടെയെങ്കിലും നടക്കാൻ കഴിയും എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വീണത് 2001 നവംബർ മാസം 11-ാം തീയതിയാണ്. ഒരു ഞായറാഴ്ച രാവിലെ എന്നും പണിക്ക് പോകുന്ന പോലെ തന്നെ അന്നും രാവിലെ ജോലിക്ക് പോയി. പക്ഷെ രാവിലെ 9 മണിക്ക് തന്നെ ഒരു കവുങ്ങിൽ നിന്ന് മറ്റൊരു കവുങ്ങിലേക്ക് പകർന്ന് കയറുന്ന സമയത്ത് കൈ വിട്ട് പോരുകയും താഴെ വീണ് ഞാൻ കയറിയ കവുങ്ങിൻ്റെ അടിയിൽ തന്നെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൻ്റെ ഇത്രയും വലിയൊരു കമ്പിൽ വട്ടം വീണപ്പോൾ തന്നെ എൻ്റെ നട്ടെല്ല് ഒടിഞ്ഞുപോയി. ഒടിയുകയും മാത്രമല്ല, ഞാൻ താഴെ വീണപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, എനിക്ക് കൃത്യമായ ഓർമ്മയില്ല, അവർ എൻ്റെ കൈയും കാലും പിടിച്ച് കുടഞ്ഞു. ആ കുടഞ്ഞ അവസ്ഥയിൽ തന്നെ പൂർണ്ണമായിട്ടും സൂക്ഷ്മനാഡി വലിഞ്ഞ് തളർന്നു പോയി. മാത്രമല്ല, എന്നെ കൊണ്ടുപോയതാണെങ്കിൽ ഒരു ജീപ്പിലാണ്. ജീപ്പിലിങ്ങനെ വാരിയെടുത്ത് കൊണ്ടുപോയി. ആ കൊണ്ടുപോയതിൻ്റെ എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇത്രയധികം തളർച്ച സംഭവിച്ചത്. എന്നെ എടുത്ത് കുടഞ്ഞപ്പോഴാണ് തളർന്നു പോയത്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ ജീവിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇനി ഒന്നെങ്കിൽ കുറച്ചെങ്കിലും നടക്കണം, അല്ലെങ്കിൽ മരിക്കണം എന്നുള്ള ചിന്തയോടെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പിന്നീട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചികിത്സയ്ക്കായി പോയപ്പോൾ അവിടെയുള്ള ഡോക്ടറോട് തീരെ ഉറക്കമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ മുമ്പേ തന്നെ ഉറക്കഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. ഈ തീരെ ഉറക്കമില്ല, ശാരീരികമായും മാനസികമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഓരോ ദിവസം പോലും ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഡോക്ടറോട്, എൻ്റെ നല്ല പരിചയമുള്ള ഒരു ഡോക്ടറോട് ഞാൻ ഉറക്കഗുളിക എഴുതി മേടിച്ചു. ആ ഉറക്കഗുളിക ഡോക്ടർ 4 ഉറക്കഗുളികയാണ് എഴുതി തന്നത്. ആദ്യം ഒരു സ്ട്രോങ് കുറഞ്ഞ ഉറക്കഗുളിക ആയിരുന്നു. അപ്പോൾ ഞാൻ അത് മാറ്റി വീണ്ടും പവറുള്ള ഉറക്കഗുളിക വീണ്ടും എഴുതി മേടിച്ച് അങ്ങനെ 4 എന്നുള്ളത് ഞാൻ തിരുത്തി 10 ആക്കി. 4 എന്നുള്ളത് ശരിക്കും ഒരു അക്കം വന്നിട്ടില്ലായിരുന്നു, അത് ഞാൻ 0 ആക്കി. അങ്ങനെ 10 ഉറക്കഗുളിക എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ ഏതാണ്ട് 5 വർഷത്തോളം ഇതുപോലെ ഞാൻ ഉറക്കഗുളിക ഓരോ ദിവസവും ഉറക്കഗുളിക കഴിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് സമാധാനം തീരെയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വീണതിന് ശേഷം സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കൂടുതലും പ്രാർത്ഥിച്ചിരുന്നത്. കാരണം ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ഇഷ്ടദൈവം അയ്യപ്പനായിരുന്നു. അയ്യപ്പനോടായിരുന്നു എന്നും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് ഒരു ദിവസം പോലും ഉറക്കഗുളിക ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കാരണം ഉറക്കഗുളിക കഴിച്ച് ഞാൻ രാത്രി കിടക്കും, പിറ്റേ ദിവസം ഒരു ഉച്ചയാകുമ്പോൾ എഴുന്നേക്കും, പല്ല് തേക്കും, വീണ്ടും അന്ന് രാത്രി ഉറക്കഗുളിക കഴിക്കും. ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. 5 വർഷം വരെ ഇതേപോലെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. കാരണം അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം. കാരണം വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്നെ നോക്കാൻ ആളില്ല, വീടില്ല, എല്ലാം പ്രതികൂലമായതുകൊണ്ട് ഇങ്ങനെ എനിക്ക് തോന്നി. അങ്ങനെ ഇടയ്ക്കാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 5 കിലോമീറ്റർ അപ്പുറം തന്നെ ഒരു കരാട്ട മാഷുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ കുറച്ചു കാലം കരാട്ടയൊക്കെ പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് ഒരു ധ്യാനമുണ്ടായിരുന്നു, പോട്ടയിൽ നിന്നുള്ള ധ്യാനം. ആ ധ്യാന കേന്ദ്രത്തിലേക്ക് എന്നെ കൂട്ടി. എന്നെ ഡെയിലി ഓട്ടോറിക്ഷയിൽ വന്ന് 3 ദിവസത്തെ ധ്യാനം കൂടാൻ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് എന്തോ ഒരു സമാധാനം കിട്ടി. അവിടെ പോകുമ്പോഴൊക്കെ എനിക്കൊരു സമാധാനം കിട്ടി. അപ്പോൾ അന്ന് മുതൽ ഞാൻ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് പൊതുവേ ക്രിസ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു പ്രയാസമായിരുന്നു. കാരണം എന്നോട് മുമ്പേ ചിലരൊക്കെ സുവിശേഷമൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ അമ്പലവും പോരാത്തതിന് ഞാനൊരു BJP-യിലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അമ്പലമൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ശാഖയിൽ പോകുമായിരുന്നു. അതുകൊണ്ട് ഇതൊരു മതമാറ്റമാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു എപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ഞാനവിടെ ധ്യാനത്തിന് പോയതിന് ശേഷം ഒരു സമാധാനം എൻ്റെ ഉള്ളിലുണ്ടായി. അവിടെ 1-2 പേർക്ക് ചെറിയ അസുഖങ്ങളൊക്കെ മാറിയതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു എന്തോ ഒരു വിശ്വാസം വന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും രാത്രി കിടക്കാൻ സമയം അയ്യപ്പനോട് പ്രാർത്ഥിക്കും. അതിൻ്റെ കൂടെ തന്നെ ക്രിസ്തുവിനോട് ഞാൻ അന്ന് മുതൽ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോവും. ആ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിൽ എന്തോ ഒരു സമാധാനം എൻ്റെ ഉള്ളിൽ വരുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഇത് തുടർമാനം ഇരുന്നുകൊണ്ട് ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, ഇനി അപ്പോഴേക്ക് 2001 വീണ്ടും 2005 തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു 2005 എൻ്റെ അവസാനത്തെ വർഷമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഉറക്കഗുളിക 40 ഉറക്കഗുളികകൾ ഒരു ദിവസം എടുത്ത് 40 ഉറക്കഗുളിക ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ 40 ഉറക്കഗുളിക എടുത്ത് കഴിച്ചപ്പോൾ അത് മാത്രമല്ല, ഉറക്കഗുളിക കഴിച്ചിട്ട് അഥവാ ഞാൻ മരിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ കുത്തി മരിക്കാൻ വേണ്ടി ഒരു കത്തിയും കൂടി കട്ടിലിൻ്റെ അടിയിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉറക്കഗുളിക കഴിച്ചു. ഉറക്കഗുളിക കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ജീവിതത്തിൻ്റെ ഒരു മൂല്യം, അതായത് ഒരു മനുഷ്യജീവൻ്റെ മൂല്യം വലുതാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. കാരണം ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ജീവിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം വേണം, ഇല്ല. പിന്നെ എന്നെ നോക്കാൻ ആളില്ല, അമ്മയ്ക്കാണെങ്കിൽ മാനസിക രോഗം, പിന്നെ സാമ്പത്തികമില്ല. അതുമാത്രമല്ല, ഞാൻ കാരണം എൻ്റെ ഏട്ടന്മാരുടെയൊക്കെ ജീവിതം കാരണം അവർ ഓരോ ദിവസം കൂലിപ്പണി എടുത്താണ് എന്നെ നോക്കുന്നതും എനിക്ക് വേണ്ടുന്ന മരുന്ന് സംഘടിപ്പിച്ച് തരുന്നതെല്ലാം. അപ്പം അതുകൊണ്ട് അവരുടെ ജീവിതവും കൂടി ഞാൻ മുഖാന്തരം ഇല്ലാതെയായി പോകും എന്നുള്ളൊരു തോന്നൽ വന്നതോടുകൂടി അവർക്കും അതൊരു വലിയ വിഷമമായി മാറിയത് കൊണ്ട് ആണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുമ്പേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എങ്ങനെ ഒന്നെങ്കിൽ എനിക്ക് താമസിക്കാൻ എവിടെയെങ്കിലും ഒരു സ്ഥാപനം, എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥാപനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പോകാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെ ഒരു സ്ഥാപനം എനിക്ക് എവിടെയും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. കാരണം അന്നത്തെ കാലത്ത് ഫോണോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഞാൻ വീണിട്ട് ഏതാണ്ട് അപ്പോഴേക്ക് 5 വർഷമായിരുന്നു, ഇത് 23 വർഷം ഇന്നത്തേക്കായി. അപ്പോൾ ആ കാലഘട്ടത്തെങ്കിലും ഫോണ് അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് അറിയുകയില്ല. അതുമാത്രമല്ല, വേറെ 1-2 സ്ഥാപനങ്ങളിലൊക്കെ പോയി നോക്കി. പക്ഷെ അവിടെയൊന്നും അവിടെയുള്ള ആളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ മരിച്ചാലും വേണ്ടില്ല, ഇങ്ങോട്ട് വരരുത്, അവിടെ ഓൾറെഡി താമസിച്ചിരുന്ന ആളാണ് പറഞ്ഞത്, അത്രയ്ക്കും പ്രയാസമുള്ളൊരു സ്ഥലമാണ് ഇവിടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് അത്രയും മാനസികമായിട്ട് സന്തോഷമില്ലാതെയാണ് ആ സ്ഥാപനത്തിൽ അദ്ദേഹം ജീവിക്കുന്നത് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആ ആഗ്രഹം ഞാൻ വിട്ടുകളഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2005 ദൈവത്തോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ ഇനി ജീവിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളോ എന്നെ നോക്കാൻ പറ്റിയ അവസ്ഥയോ എവിടെ ഇല്ലാത്തത് കൊണ്ടാണ്
ഞാൻ ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഈ 40 ഉറക്ക ഗുളിക കഴിക്കുന്നതും. അങ്ങനെ ഉറക്ക ഗുളിക കഴിച്ച ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇതും വരുന്നു, ഒരു മാറ്റവും വരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ കഴിച്ചിട്ട് കിടന്നു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് മാറ്റം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഞാൻ പിന്നെയും ജീവിക്കുമോ എന്നുള്ള രീതിയിൽ ഞാൻ കത്തിയെടുത്ത് കുത്തി മരിക്കാൻ വേണ്ടി കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കത്തി ഞാൻ എൻ്റെ വയറിൻ്റെ മേലെ വരെ ഇങ്ങനെ പൊക്കിയപ്പോഴേക്കും എൻ്റെ കത്തി കയ്യിൽ നിന്ന് ഊർന്ന് താഴെ വീണു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗുളിക എൻ്റെ ശരീരത്തിൽ ബാധിച്ചു തുടങ്ങിയത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അവിടെ നിന്ന് എൻ്റെ പിന്നെ ചേട്ടനൊക്കെ എന്നെ വായിൽ പതയൊക്കെ വരുന്നത് കണ്ട് ജീപ്പ് വിളിച്ച് കോഴിക്കോട് കൽപ്പറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കൽപ്പറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ അവർ വയറൊക്കെ കഴുകിയിട്ട് പറഞ്ഞു, പ്രതീക്ഷിക്കാനൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് എൻ്റെ കൈയുടെ ചലനവും എൻ്റെ മുഴുവൻ ചലനവും നഷ്ടപ്പെട്ടു. അങ്ങനെ ഏട്ടൻ പറഞ്ഞു, ഇനി ഏതായാലും മരിച്ചു, തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. വണ്ടി തിരിക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ വിരലിൻ്റെ എവിടെയോ അനങ്ങി. അപ്പോൾ ജീപ്പ് ഡ്രൈവർ പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, നമ്മൾ ഇവിടം വരെ വന്നു, ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് അവർ പിന്നെ വീണ്ടും അവിടുന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അവിടെ ഏതാണ്ട് ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിനൊടുവിൽ എനിക്ക് കുറേശ്ശെ മാറ്റം വന്നു. എൻ്റെ ജീവൻ നഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിലെത്തി. പക്ഷേ എൻ്റെ കാഴ്ചയും എൻ്റെ സംസാരശേഷിയും അപ്പോഴേക്കും നഷ്ടപ്പെട്ടിരുന്നു. കാരണം കാഴ്ച പൂർണ്ണമായിട്ടും ഒരു ചെറിയ മങ്ങിയ കാഴ്ചയേ ഉള്ളൂ, സംസാരശേഷി ഒട്ടും തന്നെ ഇല്ല. ഇപ്പോൾ ഡോക്ടർമാർ ഇവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഒന്നെങ്കിൽ സംസാരശേഷിയും കാഴ്ചയൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് എൻ്റെ ഉള്ളിൽ ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ നാവ് അനങ്ങുന്നില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തോ ഒരു ശബ്ദം മാത്രമേ പുറത്ത് കേൾക്കുന്നുള്ളൂ, വാക്കായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ആയപ്പോഴാണ് ഇതും കൂടി പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി ഞാൻ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷെ എൻ്റെ സംസാരശേഷിയും എൻ്റെ കൈകൾക്കോ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചയ്ക്കോ ഒരു പ്രയാസം ഉണ്ടാവാതെ എന്നെ വീണ്ടും കൊണ്ടുപോകണം, ഞാൻ ഈ അവസ്ഥയിൽ ഇനി ജീവിക്കും എന്ന് ഞാൻ ദൈവത്തോട് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ഒരു പ്രതിജ്ഞ പോലെ ഞാൻ എടുത്തു. ആ ഒരു അവസ്ഥയിൽ ആ ശബ്ദം കേട്ടപ്പോൾ. അതിനുശേഷം ഞാൻ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ണൂരുള്ള കാരുണ്യഭവനിലുള്ള മോനേട്ടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെക്കുറിച്ച് ഒരു മാത്യു സാറുണ്ട്, മാത്യു സാർ മുഖാന്തരം അറിഞ്ഞ് എന്നെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. മാത്യു സാറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭക്ഷണമെല്ലാം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്നെ കാണാൻ വരികയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ എന്നെ കാണാൻ വന്നു. അങ്ങനെ അദ്ദേഹം എൻ്റെ ഏട്ടനോട് ഇങ്ങനെ ഒരു കണ്ണൂർ ഒരു സ്ഥാപനമുണ്ട്, ഒരു കാരുണ്യഭവനുണ്ട്, അപ്പോൾ അവിടെ പോയാൽ ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്, ഏട്ടനെ അത് എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷേ മോനേട്ടൻ വിളിച്ചപ്പോൾ അവനോട് വന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ മോനേട്ടൻ എന്നെ തിരഞ്ഞു വരികയും അങ്ങനെ മോനേട്ടൻ പിന്നെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ വണ്ടിയിൽ പിന്നെ കണ്ണൂരിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പേ തന്നെ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് എവിടെയെങ്കിലും ഒരു ക്രിസ്തീയ സ്ഥാപനം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എൻ്റെ മനസ്സിനൊരു സമാധാനമുണ്ട് എന്നെനിക്ക് മനസ്സിലായി, എന്തോ ഒരു മാറ്റമുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനമാണ് ഞാൻ പ്രാർത്ഥനയൊക്കെ ഉള്ളൊരു സ്ഥലം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി മോഹൻ നായർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് വരുന്നത് എന്ന് ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായി. കാരണം മോഹൻ നായർ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുവാണ്, പ്രാർത്ഥനയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. വണ്ടിയിൽ വന്ന് കയറിയപ്പോഴാണ് എനിക്ക് അദ്ദേഹം എന്നെപ്പോലെ തന്നെ തളർന്നയാളാണ്, അതിന് മുമ്പേ തന്നെ ഇങ്ങനെ എന്നെപ്പോലെ തളർന്നയാളാണ് സ്ഥാപനം നടത്തുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ആശ്വാസം വന്നു. കാരണം എന്നെപ്പോലെ തളർന്ന ഒരാളാണെങ്കിൽ എൻ്റെ എല്ലാ അവസ്ഥയും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു, ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഈ അവസ്ഥ മറ്റുള്ളവർക്കൊന്നും ആർക്കൊരു ഡോക്ടറിന് പോലും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് എന്നെപ്പോലെയുള്ളവർക്ക് മാത്രമേ അത് മറ്റുള്ളവർ എന്നെപ്പോലെയുള്ള മറ്റുള്ളവരെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണൂർ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഇതുപോലെ പ്രാർത്ഥനയൊക്കെ ഉള്ള സ്ഥലമാണ് എന്നും. പിന്നെ അവിടെ ഞാൻ ദൈവത്തോട് അവിടെ കിടക്കുന്ന സമയത്ത് എന്തെല്ലാം പ്രാർത്ഥിച്ചിരുന്നോ അത് മുഴുവൻ ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു. കാരണം എനിക്കവിടെ വീൽ ചെയറിൽ പോയി എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യാൻ പറ്റും.
അതുമാത്രമല്ല എൻ്റെ സ്വന്തം വീട്ടിൽ അതുവരെ അനുഭവിച്ചിരുന്നതിനേക്കാളും എല്ലാ സൗകര്യങ്ങളും ആ സ്ഥാപനത്തിലുണ്ട്. ഞാൻ അവിടെ കിടന്ന് ഞാൻ ദൈവത്തോട് എന്തൊക്കെ ചോദിച്ചോ അത് മുഴുവൻ അവിടെയുണ്ട്. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക മാത്രമല്ല, അവിടെ വരികയും പിന്നെ ഓരോ ദിവസം വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ പിന്നെ ബൈബിൾ വായിക്കുകയും യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും എന്നൊക്കെ കേട്ടപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനും കുറേശ്ശെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നീട് മോനേട്ടനിൽ നിന്ന് എനിക്ക് മനസ്സിലായി യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വീണ്ടും മാനസികമായിട്ട് അസ്വസ്ഥതയാവാൻ തുടങ്ങി. കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഹിന്ദുവാണ്, ഞാനൊരു മതം മാറാൻ പോവുകയാണ്, ഇവരെന്നെ മതം മാറ്റും എന്നൊക്കെ ഉള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നതോടുകൂടി വീണ്ടും എൻ്റെ മനസ്സ് ഭയങ്കര അസ്വസ്ഥത. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊരു സത്യമുണ്ട്, ഒരു സമാധാനമുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ വേറൊരു സംഘർഷവും കൂടി ഇത് തുടർമാനം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏതാണ്ട് പിന്നെ 2005 വരുന്നത്. 2006 ഞാൻ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതും. 2006 ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്കൊട്ടും സമാധാനമില്ലാത്ത ഒരവസ്ഥ അവിടെയും വന്ന് തുടങ്ങി. കാരണം എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഓരോ ദിവസം ഞാനിങ്ങനെ കേൾക്കുന്നതൊക്കെ കേൾക്കും, പിന്നെ ഞാൻ മനസ്സ് കൊണ്ട് പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ ഉള്ളിൽ നീ മതം മാറാൻ പോവുകയാണ്, നിനക്കിവിടെ നിന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സമാധാനം ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ വേറൊരു ദൈവദാസൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ദൈവദാസൻ വളരെ തീഷ്ണതയോടെ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്നോട് പറയുകയൊക്കെ ചെയ്തു. യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞ് ഇങ്ങനെ തർക്കിച്ചു. അപ്പം ഞാനും അദ്ദേഹത്തോട് കുറേ തർക്കിച്ചു. അപ്പോൾ ഞാൻ അന്ന് രാത്രി കിടന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുക്രിസ്തു യഥാർത്ഥ ദൈവമാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയണം, എങ്കിൽ ഞാൻ യേശുക്രിസ്തു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കും എന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നു. അഥവാ ഇന്ന് രാത്രി എൻ്റെ ശരീരത്തിൽ ഇത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും. കാരണം ഞാൻ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചാണ് വന്നത്. ഇവിടെ അതേ അവസ്ഥയാണെങ്കിൽ അതിനെക്കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടാണ് കിടന്നത്. അന്ന് രാത്രി ഞാൻ കിടന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഉണരുന്നത് എൻ്റെ ശരീരം മുഴുവൻ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു രാത്രി 2 മണിയൊക്കെ സമയമായിട്ടുണ്ടാവും, കൃത്യസമയം എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ശരീരം മൊത്തം ചൊറിയുന്ന ഒരവസ്ഥ. ചൊറിച്ചലെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ചൊറിച്ചൽ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ഈ കഴുത്തെല്ലാം വണ്ണം വെച്ചിട്ട് ഒരേ വണ്ണത്തിലായി. അതുപോലെ എൻ്റെ കണ്ണ്, മുഖം, ശരീരം മൊത്തം ചൊറിഞ്ഞ് നമുക്ക് എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത അത്ര ചൊറിച്ചൽ. ഈ ചൊറിയുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ദൈവമേ എന്താണ് ഇങ്ങനെ ചൊറിയുന്നതെന്ന് ഇങ്ങനെ സ്വാഭാവികമായിട്ടും പറഞ്ഞു. കാരണം ഞാൻ ദൈവത്തോട് ഇത് പറഞ്ഞതൊന്നും അപ്പം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എന്താണ് ദൈവമേ ഇങ്ങനെ ചൊറിയുന്നതെന്ന് ഞാൻ പറഞ്ഞു പോയി. ആ ഒരു പറച്ചിൽ പറഞ്ഞതും എവിടെ നിന്നോ, എൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്ത് നിന്നാണെന്ന് അറിയില്ല, ഒരു ശബ്ദം ഞാൻ കേട്ടു. നീയല്ലേ പറഞ്ഞത് നിൻ്റെ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ എന്നെ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്ന്. ആ ഒരു ശബ്ദം എനിക്ക് വളരെ ക്ലിയറായിട്ട് മുഴക്കമുള്ളൊരു ശബ്ദമായി കേട്ടു. ആ ശബ്ദം എനിക്കിപ്പോഴും വ്യക്തമല്ല, എൻ്റെ ഉള്ളിൽ നിന്നാണോ ഇനി പുറത്ത് നിന്നാണോ ആ ശബ്ദം ഉണ്ടായതെന്നറിയില്ല. പക്ഷേ അത് കേട്ടപാട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നോട് ക്ഷമിക്കണം, ഞാൻ യേശുക്രിസ്തു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതും പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ കരയുന്നുണ്ട്. പക്ഷേ അത് സങ്കടം കൊണ്ടല്ല, കണ്ണുനീരിങ്ങനെ ധാരയായി ഒഴുകുന്ന മാത്രമല്ല, അത് എൻ്റെ അവസ്ഥ പെട്ടെന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറി. ഒരു കനമില്ലാത്ത അവസ്ഥ. എൻ്റെ മുന്നിൽ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മൊത്തം ഒരു വെള്ളം മാത്രം. ഞാൻ കിടന്ന അത്രയും സ്ഥലം ഒരു മഞ്ഞ് മൂടിയ പോലെ ഒരു അവസ്ഥയായിരുന്നു. കുറേ നേരം അത് മാത്രമല്ല, ഞാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുറവുകൾ, തെറ്റുകുറ്റങ്ങൾ മുഴുവൻ ഇങ്ങനെ കാണാൻ തുടങ്ങി. ഓരോ തെറ്റുകളും എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എടുത്ത് പുറത്ത് കാണിക്കുന്നത് പോലെ അവസ്ഥ. അതിനൊക്കെ ഞാൻ ദൈവത്തോട് ക്ഷമിച്ചു, ദൈവത്തോട് കരഞ്ഞു. അങ്ങനെ അത് എത്ര സമയം ഉണ്ടായിരുന്നു അറിയില്ല. പക്ഷേ ഭയങ്കര സന്തോഷം. മനസ്സിൻ്റെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയേ അല്ല, വേറൊരു അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഞാൻ അപ്പം തന്നെ പറഞ്ഞായിരുന്നു, ദൈവമേ എൻ്റെ ഈ ചൊറിച്ചൽ മാറ്റിത്തരണമെന്ന്. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ഞാൻ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കണ്ണാടി എടുത്ത് നോക്കി.
സ്വാഭാവികമായിട്ട് വല്ല പുഴുവോ എന്തെങ്കിലും തട്ടിയിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു പിന്നെ ചൊറിച്ച് ഒരു അടയാളമെങ്കിലും കാണും, ഒരു ചുമന്ന പാടെങ്കിലും എൻ്റെ ദേഹത്ത് ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഒന്നുമില്ല. അതുമാത്രമല്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ശരീരത്തിലെ വിഷമങ്ങളില്ല, മാനസികമായിട്ടൊക്കെ ഭയങ്കര സന്തോഷം. അതുവരെ എനിക്ക് മറ്റുള്ളവരോടൊക്കെ ദേഷ്യമോ അങ്ങനെയൊക്കെ ആയിരുന്നു. ആരോടും ദേഷ്യം തോന്നുന്നില്ല. എന്തോ ഒരു സ്വർഗീയമായ ഒരു സന്തോഷം, ഒരു അനുഭവം എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു. പിന്നെ അന്ന് മുതൽ ഞാൻ ബൈബിൾ നിരന്തരം വായിക്കും. അതിനുശേഷം ഞാൻ ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ ആ ബൈബിളിലെ വാക്യങ്ങൾ മുഴുവൻ എന്നോട് ആരോ സംസാരിക്കുന്നത്, ഒരു ജീവനുള്ള ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്നത് പോലെ ആ വാക്യങ്ങളെല്ലാം എനിക്ക് അത്രയ്ക്ക് ക്ലിയറായി തെളിഞ്ഞ് കാണുവാൻ കഴിഞ്ഞു. അന്നു മുതൽ ഞാൻ സ്വയം ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തോട് പറയുകയും ആ കാര്യങ്ങളെല്ലാം ദൈവം പടിപടിയായി എന്നെ നിറവേറ്റി. എല്ലാറ്റിനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ സങ്കല്പത്തിനപ്പുറമായ ഒരു മാറ്റം സംഭവിച്ചു. പിന്നീട് ആരോടും എനിക്ക് ദേഷ്യം തോന്നിയിട്ടില്ല, ഇന്നുമില്ല. ഇന്നും നമ്മളോട് ആരെന്ത് ശത്രുത കാണിച്ചാലോ അവരോട് അഥവാ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു പോയപ്പോഴും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുത്താൻ തുടങ്ങും. അപ്പം തന്നെ അവരെ വിളിച്ച് ക്ഷമ പറയുകയും അങ്ങനെയുള്ള അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നീട് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. ആ ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അതിനുശേഷം സ്നാനപ്പെടുന്നതിൻ്റെ ഒരു തലേ ദിവസവും ഇതേപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു. കാരണം സ്നാനപ്പെടുക എന്നുള്ള ഇതിലെത്തിയപ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിൽ സാത്താൻ കടന്നു. സ്നാനപ്പെടുന്നത് നീ മതം മാറാൻ പോവുകയാണ്, നീ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രം മതി, യേശുക്രിസ്തുവാണ് ദൈവം എന്ന് ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അതിനുശേഷം ഞാൻ അമ്പലങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നിന്നുള്ള പൂജാ വസ്തുക്കൾ കഴിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരോടും പറയും ഞാൻ യേശുക്രിസ്തുവിനെയാണ്, എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ പറയും യേശുക്രിസ്തുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ളതൊന്നും കഴിക്കൂല എന്ന്. പക്ഷേ ഈ സ്നാനപ്പെടണം എന്നുള്ള ഒരു ഉറപ്പ്, എൻ്റെ തീരുമാനം ഞാൻ എടുത്തതിന് ശേഷം എൻ്റെ ഉള്ളിൽ വീണ്ടും സംഘർഷം തുടങ്ങി. നീ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം മാറും, നീ മതം മാറാൻ പോവുകയാണെന്നൊക്കെ. അപ്പോഴും എനിക്കറിയാം ഇത് സാത്താനാണ് എൻ്റെ ഉള്ളിൽ ഇത് കൊണ്ടുവരുന്നതെന്ന്. പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെയും മറികടന്നു. വീണ്ടും സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ദൈവിക സമാധാനം എൻ്റെ ഉള്ളിൽ അതേപോലെ വീണ്ടും വന്നു. ഇപ്പോൾ കാരുണ്യഭവനിൽ ഞാൻ 19ാമത്തെ വർഷമാണ് ജീവിക്കുന്നത്. എന്നെപ്പോലെ അനേകർ അവിടെ വന്നു. അവർക്കൊരു സഹായിയായിട്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിലെല്ലാം അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതോടുകൂടി തന്നെ ഇപ്പോൾ ഈ കാരുണ്യഭവൻ്റെ ഒരു ഭാഗമായി ഒരു ട്രസ്റ്റി ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ ഇവിടെ ആറന്മുളയിൽ ഒരു സ്ഥാപനം തുടങ്ങി അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാനാണ് നോക്കുന്നത്. അങ്ങനെ അതോടുകൂടെ തന്നെ ഇവിടെ പ്രാർത്ഥനയും മറ്റുള്ളവരുടെ വേദനകളും കേൾക്കുകയും അവരോട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും അവർക്കൊരു യഥാർത്ഥമായ സമാധാനം സാധാരണ മനുഷ്യരിലല്ല, ദൈവികമായ സമാധാനമാണ് ഒരു മനുഷ്യരിൽ വേണ്ടുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനും ദൈവം എന്നെ സഹായിക്കുന്നു. ഇന്നും ദൈവിക സമാധാനത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.